2004 കൺസ്ട്രക്ഷൻ ആരംഭിച്ച് 2010 ഉദ്ഘാടനം ചെയ്ത ഈ ഒരു മുതലുണ്ടല്ലോ, ഇതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ്? ദുബായ് രാജാവാണോ അല്ലെങ്കിൽ അബുദാബി രാജാവാണോ? ഇത് ഒരുവിധ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്. എന്നാൽ ഇവർ രണ്ടു പേരുമല്ല ഇതിൻ്റെ യഥാർത്ഥ അവകാശി. ദുബായിലെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിംഗ് ഡെവലപ്മെന്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഇമാർ പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു മുതലിന്റെ യഥാർത്ഥ അവകാശി. ഇമാർ പ്രോപ്പർട്ടീസിന്റെ പ്രധാന ഷെയർ ഹോൾഡേഴ്സ് ആരെന്ന് ചോദിച്ചാൽ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ദുബായ് എന്ന UAEയുടെ വെൽത്ത് സോവറിൻ ഫണ്ടുമാണ് ഇമാർ പ്രോപ്പർട്ടീസിന്റെ പ്രധാന ഓഹരി ഉടമകൾ. തുടക്കകാലത്ത് ഇതിന് ബുർജ് ദുബായ് എന്നാണ് പേര് നൽകിയിരുന്നതെങ്കിലും 2008 സാമ്പത്തിക മാന്ദ്യത്തോടുകൂടി പണി മന്ദഗതിയിലായപ്പോൾ അബുദാബി ഭരണാധികാരിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അതിന്റെ പണി പൂർത്തീകരിച്ചത്. അതിന്റെ സ്നേഹാദരോടുകൂടിയാണ് ബുർജ് ദുബായ് എന്നുള്ള പേര് മാറ്റി ബുർജ് ഖലീഫ എന്ന പേര് നൽകിയത്. പകൽ വെളിച്ചത്തിൽ 95 കിലോമീറ്റർ ദൂരം നിന്ന് വരെ കാണാൻ പറ്റുന്ന ഈ ഒരു അമ്പരച്ചുംബി നിർമ്മിച്ചിരിക്കുന്നത് 3 കമ്പനികളാണ്. സൗത്ത് കൊറിയയിലെ സാംസങ് C&T, ബെൽജിയത്തിലെ B6, പിന്നെ UAEയുടെ അറബ്ടെക്കുമാണ് ഇതിന്റെ പ്രധാന ശില്പികൾ. 163 നിലയുള്ള ഈ ഒരു ഐക്കോണിക് ടവർ നിർമ്മിക്കാൻ വേണ്ടി ചെലവായത് $1.5 ബില്യൺ ആണ്. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, $1.5 ബില്യൺ എന്നത് 2010 എത്ര ഇന്ത്യൻ മണിക്ക് തുല്യമായിരുന്നു എന്ന് കൃത്യമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് 10,000 ഇന്ത്യൻ റുപ്പീസ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതുമാത്രം പോരാട്ടോ, ആ കമൻറ്റ് ചെയ്യുന്ന ആൾ എന്നെ ഫോളോയും കൂടി ചെയ്യണം.